ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ചായക്കടിക്ക് മേടിച്ചുകൊണ്ടായിരുന്നപ്പോൾ അടിപൊളി നല്ല ചൂടും ക്രിസ്പി ആയിട്ടുള്ള നല്ല ഉഴുന്നുവടയും അതിലൂടെ നല്ല വൈറ്റ് തേങ്ങാ ചട്നിയും ഈ ഓണിയൻ, എൻ്റെ പൊന്നോ കട്ടൻ, ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചപ്പോഴില്ലേ ഞാൻ എവിടെയോ പോയതുപോലെ എനിക്ക് തോന്നി. വീഡിയോ എടുക്കണമെന്നില്ലായിരുന്നു, പക്ഷേ എൻ്റെ ആ രുചി കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ അച്ഛയോട് ചോദിച്ചു, ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചത്, നിനക്കറിയാവുമെന്ന് ചോദിച്ചു. നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് ചോദിച്ചപ്പോൾ ചിറ്റൂരിൻ്റെ അവിടെയുള്ള കട. ആ കട ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴും പറയും ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. പക്ഷേ ഇതുവരെ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഉഴുന്നവിടെയൊക്കെ പലയിടത്തുനിന്ന് മേടിക്കുമ്പോൾ ചിലതിൽ റവ ചേർന്നിട്ടുണ്ടാവും, ചിലത് വേറെ മാവ് മൈദയൊക്കെ ചേർന്നിട്ടുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഉഴുന്നവടയുടെ ഒരു അഡിക്റ്റാണ്. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഈ ഒരു കോമ്പിനേഷനിൽ കിട്ടിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഉഴുന്നവട, അതിൻ്റെ കൂടെ ആ ചട്നിയും ആ ഓണിയനും ഒക്കെ വെച്ച് കഴിക്കുമ്പോഴില്ലേ, ഓഹ് എന്താ രസം. അച്ഛനോട് എന്തായാലും ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി എനിക്ക് അവിടെ പോകണം. അവിടെ ദോശയുണ്ട് കേട്ടോ, ഇതുപോലെ രാത്രിയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് രാത്രി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ തോന്നുന്നു. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, രാത്രി ഒരു 10-10:30 കടയൊക്കെ അടച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഇത് ചിറ്റൂർ റോഡിൽ നമ്മൾ ആ സുചീന്ദ്ര ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാട്ടോ ഈ ഒരു ദോശക്കട എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ രാവും പകലും ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു ദോശ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നേരെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, എപ്പോഴും കാണാറുണ്ട്, എന്നാലും പോയിരുന്നു. ചോദിച്ചോണം അവർക്ക് നമ്മൾ ചൂടോടെ എടുത്തു തരും, വെയിറ്റ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം, നിന്നുകൊണ്ട് കഴിക്കുന്ന കട തട്ടുകടയല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതെവിടെയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് മാത്രം അടിച്ചിട്ടിട്ടുണ്ട് അവർ. നമ്മൾ നിന്ന് വേണം കഴിക്കാൻ. ഒരുപാട് പേരുണ്ടായിരുന്നു, ചൂടോടെ നമുക്ക് തന്നുകൊണ്ടിരിക്കും കേട്ടോ. 10-11 മണിയായാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ സാധാ ദോശയാണ് ഓർഡർ ചെയ്തത്, 3 എണ്ണം 60 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നണോ. അതിൻ്റെ കൂടെ അത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടിയ അതേ ഓണിയനും പിന്നെ സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഷെറിൻ പറഞ്ഞത് എഗ്ഗ് ദോശ കേട്ടോ. ഇവിടെ മസാല ദോശയൊക്കെ ഉണ്ട്, ഷെറിൻ പറഞ്ഞത് എഗ്ഗ് ദോശയാണ്. എഗ്ഗ് ദോശ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല ഫുൾ സൈസിലൊരു എഗ്ഗ് ഒഴിച്ച് അടിപൊളിയായിട്ട് കിട്ടും. അതിൻ്റെ കൂടെയും ഇതേ സാമ്പാറും ചട്നിയും ഇതൊക്കെയാണ്. പക്ഷേ ഈ ദോശയുടെ കൂടെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി ഇങ്ങനെ നിന്നുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിറ്റൂർ റോഡ് വഴി പോകുന്നവർ സുചീന്ദ്ര ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഞാനും ഷെറിനും സാറിൻ്റെ അച്ഛയും മുമ്പ് പോയി, ഞങ്ങൾ രണ്ടുപേരും പുറകെ പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പോയി നന്നായി കിടന്ന് ഉറങ്ങട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബും കൂടെ ചെയ്യണേ.